ൻ്റെ അതിപരിശുദ്ധനാമം എന്നും മഹത്വം എടുക്കുമാറാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധിയോ പ്രതികൂലമോ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത്. കാരണം ഇത് അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു വീഡിയോ ആണ്. അങ്ങനെ ഇല്ലാത്ത ഒരാളും ഇല്ല ഈ ലോകത്ത്. ഏത് മനുഷ്യനെ പ്രശ്നങ്ങളില്ലാത്ത, ഏത് മനുഷ്യനെ പ്രതിസന്ധി ഇല്ലാത്ത, അല്ലെ എല്ലാവർക്കും ഓരോ വിഷയങ്ങളുണ്ട്. എന്നാൽ ചില ആളുകൾ, ഒരു കൂട്ടം ആളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവന് എന്തൊക്കെ ഉണ്ടായാലും അവനത് എങ്ങനെയെങ്കിലുമൊക്കെ കടിച്ച് പിടിച്ച് പൊളിച്ച് അവനായിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് അവൻ പുറത്ത് കിടക്കാൻ അവൻ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും അവൻ എങ്ങനെയെങ്കിലും കടന്നു വന്ന് വിജയം കാണുകയും ചെയ്യും. ഒരു കാലത്ത്, പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ വാഹനങ്ങളൊന്നും ഇല്ലാതെ കുതിരകളിലുള്ള ഒരു കാലഘട്ടം, കുതിരവണ്ടികളിലൂടെയൊക്കെ യാത്ര ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ ഒരു നിയമം വന്നു. അതായത് സ്റ്റീം എഞ്ചിനുകളുടെ കാറുകളുടെ ഒരു കണ്ടുപിടുത്തം നടന്നു. ആ സമയത്ത് ഈ സ്റ്റീം എഞ്ചിനുകൾ ഉപയോഗിച്ച് ഓടുന്ന കാറുകൾക്കൊക്കെ ഭയങ്കര ശബ്ദമലിനീകരണം ഉണ്ട്. അതുപോലെ തന്നെ ശ്വാസം വലിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള ഭയങ്കര പുകയും തിക്കും ലഹളയൊക്കെയാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ കാലത്ത് ലണ്ടനിലെ, അതായത് ഇംഗ്ലണ്ടിലെ ഒരു പുതിയ നിയമം കൊടുന്നു. റെഡ് ഫ്ലാഗ് ലോ എന്ന് പറഞ്ഞൊരു സംഭവം വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറുകളൊക്കെ 3 കിലോമീറ്റർ സ്പീഡിൽ പോകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ പകലാണിത് പോകണമെങ്കിൽ ചുവന്ന കൊടിയും കൊണ്ട് ഫ്രണ്ടിൽ ഒരാൾ നടക്കണം. രാത്രിയാണെങ്കിൽ ഒരു ലൈറ്റ്, ചുവന്ന കളറിലുള്ള ഒരു ലൈറ്റ്, റാന്തൽ കത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ഇങ്ങനെയുള്ള കുറേ നിയമം വന്നു. കാരണം ആൾക്കാരൊക്കെ വണ്ടി ഇടിച്ച് മരിക്കുന്നു, ആൾക്കാരൊക്കെ പേടിക്കുന്നു, കുതിരകളൊക്കെ ഓടുന്നു. അങ്ങനെ നിയമമാണ് കൊണ്ടുവന്നത്. എന്ന് വെച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ കാറിൻ്റെ ഈ പ്രൊഡക്ഷനെ തന്നെ ബാധിച്ചു. കാരണം ഈ കാർ കൊണ്ട് യാതൊരു കാര്യമില്ല എന്നുള്ള ഒരു കണ്ടീഷനിലെത്തി. കാരണം ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല, ഇതിന് നിയമങ്ങളാണ്, ആകെ പ്രശ്നങ്ങളാണ് എന്ന് വെച്ച് ഇത് കണ്ടുപിടിക്കുന്ന ആൾക്കാർ ശാന്തമായി ഇരുന്നില്ല. അവരടുത്ത വഴി കണ്ടെത്തി. അവരിനി എന്ത് വെച്ചാണ് ഈ വണ്ടീനെ ഒന്നുകൂടി സേഫ് ആക്കുക, എന്ത് ഇന്ധനമാണ് ഉപയോഗിക്കുക, അങ്ങനെയുള്ള അടുത്ത സ്റ്റെപ്പുകളെ കണ്ടെത്താൻ തുടങ്ങി. ഇന്ന് കാണുന്ന ഇലക്ട്രിക് സെറ്റപ്പിലുള്ള വാഹനങ്ങളും അപ്ഡേഷനും ഒക്കെ ഉണ്ടായി. അവരന്നതിങ്ങനെ പേടിച്ചിരുന്നെങ്കിൽ, അവരന്ന് തളർന്നിരുന്നെങ്കിൽ ഈ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ലായിരുന്നു. ഇതേപോലെ തന്നെയാണ് ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി. അവന് തന്നിരിക്കുന്ന ഒരു ഇഞ്ചനുണ്ട്, യേശു എന്ന ഇഞ്ചൻ. അവൻ കർത്താവിനോട് ചേർന്ന് നിന്ന് തിരുവചനപ്രകാരം ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവൻ ഏത് പ്രതിസന്ധിയാണെങ്കിലും ഇത് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ആത്മാവിൻ്റെ നിറവ് നമുക്ക് ലഭിക്കും. ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. കർത്താവ് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിൻ്റെ കരം പിടിച്ച് നടത്തുന്നൊക്കെ തിരുവചനത്തിലൂടെ നമ്മൾ ശക്തിപ്പെടുത്തുന്നുണ്ട്. പലപ്പോഴും നമ്മളതൊന്ന് കേട്ട് അത് വെറും കേൾവിയായി മാത്രം വിടുകയാണ്. അതല്ല, അത് സ്വീകരിച്ച് കർത്താവിൻ്റെ പവറിൽ നമ്മൾ ചേർന്ന് നിന്ന് മുന്നോട്ട് പോയാൽ നമ്മൾ ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ അതിജീവിക്കുക തന്നെ ചെയ്യും. ആമേൻ.